ഹലോ വെൽക്കം ടു 24 ഡേ ഓഫ് വെയിറ്റ് ലോസ് ചാലഞ്ച്. അപ്പോൾ എങ്ങനെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. എങ്ങനെയുണ്ട് എല്ലാവരും വെയിറ്റ് ലോസ് ജേർണി? അടിപൊളിയായിട്ട് പോകുന്നില്ലേ? എൻ്റെ ഇത് അവിടെ അടിപൊളിയായിട്ട് പോകുന്നു. വെള്ളം കുടിക്കാത്ത സമയത്ത്, വെള്ളം കുറഞ്ഞ് പോകുന്ന സമയത്ത് നല്ല തലവേദന വരാറുണ്ട്. അല്ലാതെ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്നലെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചതായിരുന്നു, അല്ലാതെ ചില സാധനങ്ങൾ, വെജിറ്റബിൾസ്, പിന്നെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് റീപാക്ക് ചെയ്തിട്ട് അതാത് സ്ഥലത്ത് വെക്കുകയാണ്. പിന്നെ അതുപോലെ ഞാൻ ഈ കവേഴ്സ് എടുത്ത് വെക്കാറുണ്ട് കേട്ടോ. ഈ കച്ചറ ഇടാനൊക്കെ ഇത് ഉപകാരപ്പെടും. അപ്പോൾ അത് ഞാൻ എടുത്തു വെക്കും. അങ്ങനെ ഇന്ന് ഇതൊക്കെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചതിന് ശേഷം ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ചിക്കൻ കറി നെയ്ച്ചോറും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ എടുത്ത് വെള്ളത്തിലിടാണ് കേട്ടോ. ഇവിടെ ചിക്കൻ കിട്ടുന്നത് ഇങ്ങനെ മൊത്തമായിട്ടാണ് കിട്ടുക. ചില ഷോപ്പുകളിൽ മാത്രമേ നമുക്ക് കട്ട് ചെയ്ത് തരുള്ളൂ, അല്ലെങ്കിൽ ഇതേപോലെ കിട്ടും. തൊലിയോട് കൂടിയിട്ടാണ് കിട്ടുക. ശരിക്കും ഈ തൊലി കളയൽ വലിയൊരു ചടങ്ങാണ്. ചിക്കൻ കറി ഉണ്ടാക്കാന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു പണിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോഴിപ്പീടക്കാരൻ്റെ ഒരു എക്സ്പേർട്ട് ആയിട്ടുണ്ട് ഇപ്പോൾ ചിക്കൻ കട്ട് ചെയ്തിട്ട് ഞാൻ. അങ്ങനെ ആദ്യം ഈ തൊലി കളഞ്ഞ് ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ചില ഭാഗത്ത് തൊലി പോരാൻ വേണ്ടിയിട്ട്, കൈയിൻ്റെ ഭാഗത്തൊക്കെ തൊലി പോരാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അപ്പോൾ അങ്ങനെ തൊലിയൊക്കെ കളഞ്ഞു കഴിഞ്ഞതിന് ശേഷം അടുത്തത് അറഞ്ചം പുറഞ്ചം കട്ടയിലാണ്. ഇതുപോലെ ഞാൻ ചെയ്യൽ ആദ്യം ഒന്ന് ഹാഫാക്കും, പിന്നെ ചെറുതായിട്ട് ഓരോ ഭാഗം വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യൽ. അങ്ങനെ ചിക്കനൊക്കെ കട്ട് ചെയ്തു, അത് കഴുകി വൃത്തിയാക്കി അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചു. എന്നിട്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ആയി നിന്നു. ഭയങ്കര വിശപ്പ്. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാവാം ബാക്കി കാര്യം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു സ്മൂത്തിയാണ് അടിക്കുന്നത് കേട്ടോ. അപ്പോൾ ABC സ്മൂത്തിയാണ് അടിക്കുന്നത്. കൂടെ ഞാനൊരു ഡീയും കൂടി കൂട്ടിയിട്ടുണ്ട്, ഡേറ്റ്സ്. അപ്പോൾ ആപ്പിള്, ബീട്രൂട്ട്, ക്യാരറ്റ്, ഡേറ്റ്സ്, ഇത് 4 ഇട്ടിട്ടാണ് ഞാനിന്ന് സ്മൂത്തി അടിക്കുന്നത് കേട്ടോ. അപ്പോൾ സാധാരണ ABC ജ്യൂസ് എന്നാ പറയുക, ഡേറ്റ്സ് ഇടലില്ല. ഞാൻ എന്തായാലും ഇട്ടിട്ടുണ്ട്, കാരണം ഇത് വലിയ മധുരം ഇല്ലാത്ത, അല്ലെങ്കിൽ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ടേസ്റ്റ് വരുന്നതല്ല. ജ്യൂസ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഫ്ലേവർ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ചെറിയൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട് ഡേറ്റ്സ് ഇട്ടത് മാത്രം. അങ്ങനെ വെള്ളം ഒഴിച്ചു, അത് നന്നായിട്ട് അങ്ങോട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ വല്ലാണ്ട് കട്ടിയാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ഒന്നുകൂടി അടിക്കാം കേട്ടോ. ഇതൊക്കെ തോന്നുന്നു ഐസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. നല്ല കോൾഡായിട്ട് ഇരിക്കുന്ന ഒരു ജ്യൂസ് ആകുമ്പോൾ ഒന്നുകൂടി കുടിക്കാൻ നല്ല സുഖം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതായത് വലിയ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഞാൻ നോർമൽ വാട്ടറാണ് ഒഴിച്ചു കൊടുത്തത്. അടിപൊളി, കാണാൻ നല്ല രസമുണ്ട് സംഭവം, കുടിക്കാനും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ നമ്മുടെ ABCD ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞ ABC ജ്യൂസ് ആണ്. ഞാൻ ഡേറ്റ്സും കൂടി ആഡ് ചെയ്തോണ്ട് D4 ഡേറ്റ്സ് അല്ലേ, അപ്പൊ ഡിയും കൂടി ഉൾപ്പെടുത്തിയതേ ഉള്ളൂ. ശരിക്കും ABC ജ്യൂസ് ആണ്. ഡേറ്റ്സ് ആഡ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ചെറിയൊരു ബാക്കിയുള്ളതൊക്കെ വലിയ മധുരം ഇല്ലാത്തതായത് കൊണ്ട് 2 ഡേറ്റ്സ് ആഡ് ചെയ്തേ ഉള്ളൂ കേട്ടോ. അപ്പൊ നല്ല റെഡ് കളറിൽ കാണുന്നുണ്ട്, ബീട്രൂട്ടിന്റെ റെഡ്നെസ് നന്നായിട്ട് കാണുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. വലിയ ബോറൊന്നുമില്ല കേട്ടോ. ആപ്പിളിന്റെ ടേസ്റ്റ് വരുന്നുണ്ട്, ക്യാരറ്റിന്റെ ടേസ്റ്റ് വരുന്നുണ്ട്, പിന്നെ ബീട്രൂട്ടിന്റെ ഓഫ് കോഴ്സ് വരുന്നുണ്ട്. ഡേറ്റ്സ് ആഡ് ചെയ്തുകൊണ്ട് ചെറിയ മധുരം കിട്ടുന്നുണ്ട്. ഡേറ്റ്സ് ആഡ് ചെയ്യാതെ ഞാൻ കുടിച്ചിട്ടില്ല, അപ്പോൾ കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഡയറ്റ് ചെയ്യുന്ന ഫുഡല്ലേ, അതിനൊരു മിനിമം ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, അത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് കുടിക്കാം. അപ്പൊ ഞാൻ അത് കുടിച്ചു വരാം കേട്ടോ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണിത്, ABC ജ്യൂസ്. അപ്പോൾ അങ്ങനെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി നിന്നു. ഞാൻ ചിക്കൻ ഒരു വേറെ രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഉള്ളി ആദ്യം വഴറ്റി അതിനുശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തു, വേപ്പില ഇട്ട് കൊടുത്തു, പച്ചമുളക് ഇട്ട് കൊടുത്തു. അന്ന് വഴറ്റി വന്നതിന് ശേഷം ചിക്കൻ ഇട്ട് കൊടുത്തു, പിന്നെ മസാലാസൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു. ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷമാണ് തക്കാളി ഇട്ട് കൊടുത്ത് കുക്ക് ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ ഒരു വേറെ രീതിയിലാണ് ഞാൻ എടുത്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉള്ളി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ടിട്ട് കൊടുത്തുള്ളൂ. മസാല ആയിട്ട് ഗരം മസാല ഒന്നും യൂസ് ചെയ്തില്ല കേട്ടോ. അങ്ങനെ ലഞ്ചിന് സമയമായി. ലഞ്ചിന് ഞാൻ കുറച്ച് നെയ്ച്ചോറ് എടുത്തിട്ട്, നെയ്ച്ചോറ് എന്ന് പറഞ്ഞാൽ നെയ്യ് കൂട്ടിയിട്ടല്ല ഞാൻ ചെയ്തത്, ഞാൻ വെളിച്ചെണ്ണ കൂട്ടിയിട്ടാണ് ചെയ്തത്. പിന്നെ ചിക്കൻ കറിയും അതുപോലെ സാലഡും. ഇതാണ് എൻ്റെ ലഞ്ചിലെ ഡിഷസ് കേട്ടോ. പിന്നത്തെ വിശേഷങ്ങളൊന്നും ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈവനിങ്ങിൽ ഞാൻ മക്കൾക്ക് പഴംപൊരിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ഞാൻ അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാൻ സാലഡാണ് എടുത്തത്. അതിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കാം കേട്ടോ. അങ്ങനെ ഇത് കാണുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു പാർക്ക് ഉണ്ടെന്ന് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത് ഇന്ന് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈവനിങ്ങിൽ മക്കൾ പോയിട്ടുണ്ടായിരുന്നു, ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല.
എനിക്ക് മടിയായി ആ സമയത്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹസ്ബൻഡ് വന്നതിന് ശേഷം ഞാനിതാ ഹസ്ബൻഡിനെ കൂട്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇത് പഴയ ഒരു പാർക്കായിരുന്നു മുമ്പ്, വക്ര പാർക്ക്. അത് റിനോവേറ്റ് ചെയ്താ കേട്ടോ. റിനോവേഷൻ ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ട് റിനോവേറ്റ് ചെയ്തിരുന്നു കേട്ടോ. ഇത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു മുമ്പ്. അപ്പോൾ ഇവിടെ കളിക്കാനും ഇതിനൊക്കെ അടിപൊളി സ്ഥലങ്ങളുണ്ട്. പിന്നെ ഒരു പൂള് പോലെ ഉണ്ട്, പക്ഷെ അത് വാട്ടർ ഫൗണ്ടെയിനുള്ള പൂളാന്നാണ് പറഞ്ഞത്. അപ്പോൾ 5:30-ക്ക് ശേഷം അത് വാട്ടർ ഫൗണ്ടെയിന് ഓണാക്കും. എത്രയോ അരമണിക്കൂർ കൂടുമ്പോൾ അങ്ങനെ എന്തോ ആണ് അന്ന് അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി പറഞ്ഞത്. ഇത് ശരിക്കും വലിയ പാർക്കാണ് കേട്ടോ. ഒരു റൗണ്ട് ചെയ്യുകയാണെങ്കിൽ, ഈ പാർക്ക് റൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ 1 കിലോമീറ്റർ ആണ് ഇതിൻ്റെ ഡിസ്റ്റൻസ് വരിക. അപ്പോൾ ഈ പാർക്ക് റൗണ്ട് ചെയ്യുമ്പോൾ, അപ്പോൾ ഇത് അത്യാവശ്യം വലുപ്പമുള്ള പാർക്കാണ്. അപ്പോൾ ഈ പ്ലേ ഏരിയ ഒക്കെ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. മുമ്പ് ഇവിടെ താഴെയൊക്കെ മണലായിരുന്നു, ഇപ്പോൾ അത് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികളെ കളിക്കുന്ന സംഭവങ്ങളൊക്കെ ചിലത് പഴയതുണ്ട്, ചിലത് പുതിയ ഐറ്റാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളൊന്ന് റൗണ്ട് ചെയ്തു. അപ്പോൾ ഇത് പാലമരമാണ് കേട്ടോ. പാലമരത്തിൻ്റെ ഇതിൻ്റെ ഇടയിൽ എന്തോ ഒരു കവർ കണ്ടിട്ട്, ഇതാ ഇവിടെ യക്ഷിയുണ്ട്, ഇതിവിടെ തളച്ച് വെച്ചിരിക്കണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് കാണിച്ചിട്ടാണ്. അപ്പോൾ ഏതോ കാലത്ത് ആരോ പഫാക്കി തിന്നതിൻ്റെ കവർ അതിൻ്റെ ഉള്ളിൽ തിരികെ വെച്ചിന്. ഇത് വീഡിയോയിൽ കാണില്ല, പക്ഷെ തിരികെ വെച്ചിന്. അതിങ്ങനെ ദ്രവിച്ച് അതിൻ്റെ കളറൊക്കെ വേറെ എന്തോ അയക്കുന്നു. അപ്പം ആ ഒരു ഇതാണ് അവിടെ കാണുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് ഇങ്ങനെ പറയുന്നു. അതിനുശേഷം അത് അവിടെ ഇങ്ങനെ ജിമ്മിൻ്റെ ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ജിമ്മ് നമുക്ക് എക്സസൈസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കാണിച്ചു തരാണ് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ മൂപ്പര് വിചാരിച്ചത് നല്ല വെയിറ്റ് ഉണ്ട്, എടുത്ത് വെക്കുമ്പോൾ തീരെ വെയിറ്റ് ഇല്ല. അപ്പോൾ നമ്മൾ കാലിയായ ഗ്ലാസ്സിൽ വെള്ളം ഉണ്ടെന്ന് വിചാരിച്ച് നമ്മളൊരു പൊക്കൂലെ, ആ ഒരു പൊക്കലാണ്, അതേപോലത്തെ ഒരു പൊക്കലാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അങ്ങനെ ഓരോന്നും എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതൊക്കെ മൂപ്പര് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയായിരുന്നു. എക്സസൈസ് ചെയ്യുമ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയായിരുന്നു കേട്ടോ. അതുപോലെ അത് ഓരോ ഐറ്റമും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഇൻസ്ട്രക്ഷനൊക്കെ അതിൻ്റെ മുകളിൽ തന്നെ ഉണ്ട്. ഈ ഒരു സംഭവം പാർക്കിൻ്റെ എല്ലാ സൈഡിലും ഉണ്ട് കേട്ടോ. അങ്ങനെ ആയിട്ട് ഞങ്ങൾ കുറച്ചു നേരം പാർക്കിലൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്തു. ഇതുപോലെ മക്കള് വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. മക്കള് വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ രണ്ടാളും മാത്രമേ ഇറങ്ങിയുണ്ടായിരുന്നുള്ളൂ. മക്കള് ഈവനിങ്ങിൽ പോയ കാരണം വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വീട് അടുത്തുപോയ കാരണം അവരെ വല്ലാണ്ട് ചെയ്തില്ല, നിർബന്ധിച്ചില്ല. പിന്നെ ഈ ഒരു ഏരിയ ഞാൻ വിചാരിച്ച ബാർബിക്യൂ സ്ഥലമാണെന്നാണ്, പക്ഷെ അല്ല, ഇത് നമുക്ക് പാർട്ടിയൊക്കെ നടത്താൻ പറ്റിയ, ഫുഡൊക്കെ വന്ന് കഴിക്കാൻ പറ്റിയ ഒരു ഏരിയ ആണ് കേട്ടോ. അങ്ങനെ ഒരു അടിപൊളി പാർക്ക് നമ്മളടുത്ത് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പം വക്ര പാർക്ക് കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയതിനു ശേഷം ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. ഇന്ന് കൂടുതലായിട്ടൊന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല. ജസ്റ്റ് ഒരു കുക്കുംബർ സലാഡായിട്ടാണ് ഉണ്ടാക്കുന്നത്. കൊറിയൻ കുക്കുംബർ സലാഡ് അങ്ങനെ എന്തോ ആണ് ഇതിന് പറയുക. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി കണ്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കി നോക്കുന്നത് കേട്ടോ. അത് കാണുമ്പോൾ നല്ല ടെംപ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ അവർ ചെയ്ത മാതിരി കറക്റ്റ് ഇതിലൊന്നുമില്ല ചെയ്തിട്ട് എൻ്റെ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ആ കുക്കുംബറൊക്കെ കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് അത് കുറച്ചൊരു 10-15 മിനിറ്റ് അതൊന്ന് മാറ്റി വെക്കുക. അതിൻ്റെ ഉള്ളിൽ നിന്ന്, കുക്കുംബറിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം വരാൻ വേണ്ടിയിട്ടാണ് മാറ്റി വെക്കുന്നത് കേട്ടോ. അങ്ങനെ അത് മാറ്റി വെച്ചു. അതിനുശേഷം ഞാൻ അതിനൊരു മസാല പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ചില്ലി പൗഡർ ഇട്ടു, ചില്ലി ഫ്ലേക്ക് ഇട്ടു, അതിലോട്ട് ഒലിവ് ഓയിലാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഒലിവ് ഓയിലിന് പകരം നിങ്ങൾ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്താൽ മതി കേട്ടോ. ഒലിവ് ഓയിലിൻ്റെ വല്ലാത്ത ഒരു കുത്ത് വരുന്നുണ്ട്. അതുപോലെ ഇതിൽ ഗാർലിക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗാർലിക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ പിന്നെ ഹണിയും വിനേഗറും ചേർത്തു, അത് വീഡിയോയിൽ പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതിൽ ഹണിയും ഗാർലിക്കും ഇട്ട് കൊടുക്കേണ്ട, ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. പിന്നെ ഞാൻ ഈ സെസമി സീഡും ജസ്റ്റ് ഒന്ന് വെതറി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ചില്ലി പൗഡർ, ചില്ലി ഫ്ലേക്ക്, പിന്നെ അതിന് കോക്കനട്ട് ഓയിൽ ചേർത്തിയാൽ മതി. ഗാർലിക്ക് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. ഗാർലിക്ക് ചോപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്യുക. പിന്നെ ഹണി വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യുക. പിന്നെ ബാക്കി വിനേഗറും മറ്റേ ഇതുണ്ടല്ലോ സെസമി സീഡും ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കണ്ട, കാരണം ഉപ്പ് ഓൾറെഡി നമ്മൾ ആദ്യം കുക്കുംബറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ഉപ്പ് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. നമ്മൾ ഫസ്റ്റ് ബൈറ്റൊക്കെ എടുക്കുമ്പോൾ നമുക്ക് വലിയ കുഴപ്പം ഫീൽ ചെയ്യില്ല, ഹണിയുടെ ഒരു ഇത് മാത്രം ഉണ്ടാവുകയുള്ളൂ. പക്ഷെ എനിക്ക് പിന്നെ കഴിച്ച് തുടങ്ങിയപ്പം ആ ഗാർലിക്കിൻ്റെ കുത്തുമുടി വന്നപ്പോൾ എനിക്ക് വലുതായിട്ട് അങ്ങോട്ട് ആ ഗാർലിക്കിൻ്റെ ഫ്ലേവർ ഇഷ്ടപ്പെട്ടില്ല. ഗാർലിക്കിൻ്റെ ഫ്ലേവർ ഇഷ്ടപ്പെട്ടവർക്ക് ഓക്കെ ആയിരിക്കും. അപ്പോൾ ഹണിയും ഗാർലിക്കും ഒഴിവാക്കാം കേട്ടോ അതിൽ നിന്ന്. അപ്പോൾ ഇതാ സ്പൈസി കുക്കുംബർ സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടാ. ഇതാ ഓക്കെ ആണ് കേട്ടോ, ടേസ്റ്റ് ഉണ്ട്, നമുക്ക് കഴിക്കാൻ പറ്റും. മറ്റേ
ഹണി വേണമെങ്കിൽ ഇട്ടാൽ മതി, നിർബന്ധമില്ല. ഹണി ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം ട്രൈ ചെയ്ത് നോക്കണേ. യം യം, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയി കാണാം കേട്ടോ. അതുവരേക്കും ബൈ. അപ്പൊ ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. അപ്പൊ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിന്റെ കൂടെയുള്ള ഓൾ ബെൽ ബട്ടൺ നെക്കിയിട്ട് ഓൾ എന്ന് പ്രസ് ചെയ്യാം കേട്ടോ. മറക്കരുത്, എന്തായാലും ചെയ്യണം. അപ്പൊ അടുത്ത വീഡിയോ ആയി കാണാം.